ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ബഹുമാനം എന്നതിനെക്കുറിച്ച് പറയാനാണ്. ബഹുമാനം കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങോട്ട് ബഹുമാനം തിരിച്ചു കിട്ടുകയുള്ളൂ, അല്ലേ? അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഒരു വ്യക്തി മറ്റുള്ളവരോട് എത്രമാത്രം മാന്യമായി പെരുമാറുന്നു എന്നത് നമുക്ക് ധാരാളം കാര്യങ്ങൾ പറഞ്ഞു തരും. അത് നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമാണ്, അല്ലേ? സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രകടനങ്ങളിലൊന്നാണ് ബഹുമാനം എന്ന് പറയുന്നത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം ബഹുമാനമുള്ളവരാണ്. ആരെങ്കിലും നമ്മളോട് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിൽ നമ്മൾ പ്രേക്ഷകരുടെ ഭാഗമാകുമ്പോഴോ നമ്മൾ അത് ശ്രദ്ധയോടെ കേൾക്കാറുണ്ടോ? മിക്കപ്പോഴും നമ്മൾ തലതിരിഞ്ഞിരിക്കാറാണ് ചെയ്യാറ്. അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കും. നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരാൾ ആണ് എങ്കിൽ നമ്മൾ അവർക്ക് ചെവി കൊടുക്കാറില്ല. അങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. ഒരു വ്യക്തി മറ്റുള്ളവരോട് എത്രമാത്രം ബഹുമാനത്തോടെ പെരുമാറുന്നു എന്നത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എല്ലാവരോടും ഒരുപോലെയാണ് സംസാരിക്കുന്നത്. അത് മാലിന്യക്കാരനായാലും സർവകലാശാല പ്രസിഡൻ്റായാലും. പ്രായത്തിൽ മുതിർന്നവരെ ബഹുമാനിക്കുക എന്നത് മാത്രമല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന എല്ലാവരെയും ബഹുമാനിക്കേണ്ടത് പ്രധാനപ്പെട്ട ഒന്നാണ്. ബഹുമാനം നേടാൻ സഹായിക്കുന്ന പ്രവൃത്തികൾ നമ്മൾ ചെയ്യേണ്ടതും അതുപോലെ പ്രധാനമാണ്, അല്ലേ? ഒരു വ്യക്തി തൻ്റെ പെരുമാറ്റത്തിലൂടെയും ഓഫീസിനോ വീടിനോ അല്ലെങ്കിൽ സമൂഹത്തിനോ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളിലൂടെയും സമ്പാദിക്കുന്ന ഏറ്റവും വലിയ ആസ്തിയാണ് ബഹുമാനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മാതാപിതാക്കൾ കുട്ടികളെ മുതിർന്നവരെയും മുത്തശ്ശിമാരെയും അധ്യാപകരെയും സഹസുഹൃത്തുക്കളെയും അവരുടെ ചുറ്റുപാടുകളിൽ നിന്ന് താമസിക്കുന്ന എല്ലാവരെയും ബഹുമാനിക്കാൻ പഠിപ്പിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അല്ലേ? അപ്പോൾ എങ്കിൽ മാത്രമേ നമുക്ക് നല്ല ഒരു പോസിറ്റീവ് സമൂഹം കെട്ടിപ്പടുക്കാൻ നമുക്ക് കഴിയത്തുള്ളൂ. ഈ കാലത്ത് ആളുകൾ ചെറിയ കാര്യങ്ങളിൽ പോലും കോപിക്കുകയും അല്ലെങ്കിൽ ദേഷ്യപ്പെടുകയും അത് ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അത് വഴക്കുകളിൽ ഏർപ്പെടുകയും ചെയ്യും. വഴക്കുകളിൽ ഏർപ്പെട്ട് അത് വലിയ കാര്യമാക്കി തീർക്കും. അത് ചിലപ്പോൾ അക്രമാസക്തമായി മാറുകയും ചെയ്യും, അല്ലേ? അതുപോലെ തന്നെ നിസ്സാരമായ കാര്യങ്ങൾ ക്ഷമിക്കാനും ചുറ്റുമുള്ള ആളുകളെ ബഹുമാനിക്കാൻ പഠിപ്പിക്കുകയും കുട്ടികളെ പഠിപ്പിച്ചാൽ, അങ്ങനെ കുട്ടികളെ നമ്മൾ വളർത്തിക്കൊണ്ട് വന്നാൽ അവ സന്തോഷവാനായ കുട്ടികളായി വളരും. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, നമ്മുടെ അന്തരീക്ഷത്തെ ബഹുമാനിക്കേണ്ടത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാനൊരു ടീച്ചറാണ്. അതുകൊണ്ടാണ് ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു കണ്ടൻറ് എടുത്ത് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ റോഡുകൾ, പാർക്കുകൾ, നടന്നു പോകുന്ന വഴികൾ തുടങ്ങിയ പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയാതിരിക്കാൻ നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്, അല്ലേ? അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നോ അത് കണ്ടാണ് നമ്മുടെ കുട്ടികളും വളരുന്നത്. അതിനാൽ നല്ല ശീലങ്ങൾ അവരവരുടെ മാതാപിതാക്കളും ബന്ധുക്കളും വളർത്തിയെടുക്കണം. നല്ല കാര്യങ്ങൾ മാത്രം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ ബഹുമാനം എന്ന പദത്തിന് പ്രത്യേകമായിട്ട് നിർവചനങ്ങളോ മറ്റുള്ളവരെ ബഹുമാനിക്കാൻ സഹായിക്കുന്ന ഒരു ഫോർമുലയോ ഒന്നുമില്ല. നമ്മൾ സ്നേഹിക്കുന്നവരെ നമ്മൾ ബഹുമാനിക്കുന്നു. എന്നാൽ ചിലപ്പോഴൊക്കെ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാത്ത ബഹുമാനം കാണിക്കേണ്ട ആളുകളെ നമ്മൾ കണ്ടുമുട്ടാറുണ്ട്. ഉദാഹരണത്തിന്, പൊതുഗതാഗതത്തിൽ യാത്ര ചെയ്യുമ്പോൾ, നമ്മളിപ്പം ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു വികലാംഗനെ കണ്ടുമുട്ടുക. അപ്പോൾ അദ്ദേഹം നിൽക്കുമ്പോൾ നമുക്കവിടെ ഇരിക്കാൻ തോന്നില്ല. നമുക്ക് നല്ലൊരു മനസ്സ് ഉണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തെ ബഹുമാനിക്കുകയാണെങ്കിൽ, നിങ്ങൾ ബഹുമാനം കാണിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളുടെ സീറ്റ് നൽകുകയും ചെയ്യും, അല്ലേ? അതുപോലെ തന്നെ ഒരു ഗർഭിണി വന്നാൽ പോലും നമ്മൾ എഴുന്നേറ്റ് കൊടുക്കാറുണ്ട്. ചിലർ നമ്മൾ കാണാത്ത രീതിയിൽ നേരെ നിൽക്കാറുണ്ട്, അല്ലേ? അത് ബഹുമാനം അല്ല. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പ്രവൃത്തികൾ
നിങ്ങൾക്ക് സമൂഹത്തിൽ വളരെയധികം ബഹുമാനം നേടാൻ സഹായിക്കും. എല്ലാറ്റിനുമുപരി നിങ്ങൾ സ്വയം ബഹുമാനിക്കാൻ തുടങ്ങും. ഞാൻ അങ്ങനെ ചെയ്തല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ സ്വയം ബഹുമാനിക്കാനും ചെയ്യും. അതുപോലെ തന്നെ അത് നിങ്ങളുടെ ജീവിതം എപ്പോഴും പോസിറ്റീവായി നയിക്കാൻ സഹായിക്കും. നിങ്ങൾ മറ്റുള്ളവരോട് പോസിറ്റീവായിട്ട് ഇടപെട്ടെങ്കിൽ മാത്രമേ നമുക്ക് തിരിച്ചും പോസിറ്റീവായിട്ട് അതേ രീതിയിൽ തിരികെ കിട്ടത്തുള്ളൂ, അല്ലേ? അത് ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ബഹുമാനം കൊടുക്കുക, ബഹുമാനം സ്വീകരിക്കുക. നമ്മൾ ബഹുമാനം കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ബഹുമാനം തിരിച്ച് കിട്ടുകയുള്ളൂ. അതായത് നമ്മൾ അങ്ങോട്ട് ബഹുമാനം കൊടുത്തെങ്കിൽ മാത്രമേ ബഹുമാനം നമുക്കും തിരിച്ചു കിട്ടുകയുള്ളൂ. ഒരു കുട്ടിയെ നമ്മൾ ബഹുമാനിച്ചെങ്കിൽ, അല്ലെങ്കിൽ ഒരു കുട്ടി നമ്മൾക്ക് ബഹുമാനം തരണമെങ്കിൽ ആ കുട്ടിയോട് നമ്മൾ ആ രീതിയിൽ പെരുമാറണം. അല്ലാതെ നമ്മൾ ദേഷ്യപ്പെട്ടിട്ടോ നമ്മൾ സ്നേഹത്തോടെ ഇടപെട്ടെങ്കിൽ മാത്രമേ അത് നല്ല ടീച്ചറാണ്, അല്ലെങ്കിൽ അമ്മയാണ്, അല്ലെങ്കിൽ ചേച്ചിയാണ്, അങ്ങനെ ഒരു ബഹുമാനം നമുക്ക് കുട്ടികൾ തരും. കുട്ടികളായാലും ഇപ്പം മുത്തശ്ശിമാരായാലും എന്തായാലും നമുക്ക് തരത്തുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, ബഹുമാനം കൊടുത്തെങ്കിൽ മാത്രമേ തിരിച്ചും നമുക്ക് ബഹുമാനം കിട്ടുകയുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.